സൂര്യമംഗലത്തേക്ക് എല്ലാവർക്കും പോവാനുള്ള പെർമിഷൻ റീനാമാം തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മുത്തശ്ശന്റെ അപകട വിവരം പറഞ്ഞതുകൊണ്ടായിരിക്കും മാം പെട്ടെന്ന് സമ്മതിച്ചത്. അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നായിരുന്നു മാമിന്റെ മറുപടി വരേണ്ടിയിരുന്നത്. നമുക്ക് മനയിലേക്ക് പോണ്ട, നമുക്ക് മുത്തശ്ശനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്റെ മേഘേ, നീ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന ഇവിടെ നിന്ന് എപ്പ ഇറങ്ങാനാ? എന്തെങ്കിലും കഴിക്കാതെ യാത്ര ചെയ്ത് എനിക്ക് പ്രശ്നമാവും. എടി, തീറ്റയും കൂടിയൊക്കെ നമുക്ക് വണ്ടി കയറിയാലും ആവാലോ. നീ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേഗം റെഡിയാവ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള ചെയ്യാം, ഞാൻ മാത്രം ചെയ്യാൻ പാടില്ല. ഇത് കഴിച്ച് തീർത്തിട്ട് ഇറങ്ങണുള്ളൂ. അവൾ അവിടെ ഇരുന്ന് കഴിക്കട്ടെ, നിങ്ങൾ റെഡിയാവ്. അപ്പോ എല്ലാവരും ഒരുമിച്ച് പോകാനുള്ള പ്ലാൻ ആണല്ലോ. ഇവർ ഒരുമിച്ച് പോയാ എനിക്ക് പ്രശ്നമാവും. ഇത് തടഞ്ഞേ പറ്റൂ. എങ്ങനെ തടയും? എന്തൊരു തീറ്റയാടി. മേഘേ, എന്നോട് ക്ഷമിക്ക്. ഇപ്പൊ എനിക്ക് നിന്റെ സഹായം കൂടിയേ പറ്റൂ. എന്നോട് ക്ഷമിക്ക് മേഘേ. മേഘേ, ഒന്ന് പെട്ടെന്ന് കഴിച്ചു തീർക്ക്, നമുക്ക് ഇറങ്ങണ്ടേ? ഞാനൊന്നും പറയുന്നില്ല, അവൾ അവിടെ ഇരുന്ന് ആവോളം കഴിച്ചോട്ടെ. എടി, അമിതമായിട്ട് ആഹാരം കഴിച്ചാലേ ആ മാഷത്തിന് ഡാമേജ് ഉണ്ടാവും. എടി, ഒന്നും കഴിക്കാതിരുന്നാലാണ് ആമാശയത്തിന് ഡാമേജ് ഉണ്ടാവുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് വീണ് അൾസർ ഉണ്ടാവും. എന്താടി? എന്തോ എനിക്ക് ഒരുമാതിരി. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം എന്തുകൊണ്ട് എനിക്ക് ഛർദിക്കാൻ തോന്നുന്നു. ഛർദിക്കാനോ? മേഘ, മേഘയ്ക്ക് ഛർദിൽ തുടങ്ങി. എന്നാൽ ഇന്നത്തെ യാത്ര കോളമായത് തന്നെ. പെട്ടെന്ന് അവക്ക് എന്താ ഇങ്ങനെ വന്ന്? ഛർദിലുണ്ടാക്കാനുള്ള സാധനമൊന്നും അല്ലല്ലോ അവള് കഴിച്ചേ. ഒരു കൺട്രോൾ ഇല്ലാതല്ലേ അവള് ഫുഡ് കഴിക്കുന്നത്. പറഞ്ഞാ കേക്കില്ല, എന്ത് ചെയ്യും? എന്തോ ചെടി. ഇങ്ങോട്ട് കിടത്തു. ഇത്ര പെട്ടെന്ന് ഇവൾ അവശയായോ? 4-5 തവണ ഛർദിച്ചു, അപ്പോഴേക്ക് ക്ഷീണിച്ചു. എന്റെ പൊന്നു മേഘേ, എല്ലാരേക്കാളും നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന നീ ഒന്ന് ഛർദിച്ചപ്പോഴേക്കും വാടി തളർന്നു പോയല്ലോ. അമിതമായിട്ട് കഴിക്കണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും നിന്നോട് പറയാറില്ലേ? ഇപ്പൊ കണ്ടില്ലേ? ഈ സമയത്ത് കുത്തുവാക്ക് പറയാതിരി. അയ്യോ, ഞാനൊന്ന് കിടക്കട്ടെ. കിടക്ക്. നമുക്കേ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അയ്യടി, വല്ലാത്ത ക്ഷീണം. ഞാൻ ഇനി ഛർദിച്ചാലോ? ഛർദിക്ക് മരുന്നുണ്ടല്ലോ, നമുക്ക് പോകുന്ന വഴി ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാം. പാവം മേഘ, സോറി മേഘേ. പോകുന്ന വഴിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കയറി മെഡിസിൻ വാങ്ങാം. മേഘേ, എണ്ണിക്ക്, റെഡിയാവ്, പോവാം. അതൊക്കെ എന്താടി മേഘ, എന്ത് പറ്റി? മേഘ എഴുന്നേക്ക്. മേഘ, മേഘ, എന്താ നിനക്ക്? മേഘ, മേഘ, എനിക്ക് തല ഇറങ്ങുന്നു, തീരെ വയ്യ. എന്ന് നീ കിടന്നോ. മേഘേ, ഈ അവസ്ഥയിൽ എങ്ങനെ യാത്ര ചെയ്യും?